ഇവളിപ്പോ ഇവൻ എന്തോ വേണ്ടേന്ന് ചോദിക്കും. അപ്പഴാണ് അവനും എനിക്ക് നിന്നെ ഇഷ്ടമെന്നറിഞ്ഞ് അവൻ ബോധമില്ലാതെ അതും പറഞ്ഞ് ഇവളുടെ ദേഹത്തന്നെ ചാഞ്ഞു വീഴും. അങ്ങനെ അത് കേട്ട് അവളാണെ മൊത്തം സ്റ്റണ്ണായി പോകും. അതിനുശേഷം അടുത്ത സെക്കൻഡ് തന്നെ വീണ്ടും ഇവന്റെ കൂടെ കല്യാണം കഴിക്കുന്ന പോലെയൊക്കെ അവൾക്ക് സ്വപ്നം വരും. അപ്പോഴാണ് പെട്ടെന്ന് ആ സ്വപ്നവും ഒരു വമ്പൻ ട്വിസ്റ്റ് ആയിട്ട് അവന്റെ മുഖഭാവനയൊക്കെ മാറിയിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ, നിന്നെ പറ്റിച്ചാടി, പോലീസ് അവളെ പൊക്കിയെടുത്ത് ജയിലിലാക്കിക്കോ എന്നിന് അവനും ചിരിക്കുന്നതോടെ ഇവള് പേടിച്ച് ഇവിടെ സ്വപ്നത്തിൽ എഴുന്നേക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്ന ഇത് വെറും ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനത്തെ സ്വപ്നമൊക്കെ എന്തിനാ വീണ്ടും വീണ്ടും വരുന്നതെന്ന് അറിഞ്ഞ് അവൾക്ക് തന്നെ ചിരി വരും. പിന്നീടായിരിക്കും അവൾക്ക് സംശയം വരുന്ന ഓരീഷ് അവൻ ഇന്നലെ പ്രൊപ്പോസ് ചെയ്തതും ചുമ്മാ ബോധമില്ലാതെ പറഞ്ഞു പോയതായിരിക്കും. അതേസമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന അവനാണ് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ മൊത്തത്തിൽ പേടിച്ചു. അങ്ങനെ ഞാനാണോ പ്രൊപ്പോസ് ചെയ്തെന്ന് അറിഞ്ഞ് അവൻ അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇവര് കോളേജ് വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് അവനാണ് ഇന്നലെ ഞാൻ വല്ലതും ചെയ്തായിരുന്നെന്ന് അറിഞ്ഞിട്ട് അവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. അപ്പോഴാണ് ഈ ഡയലോഗ് ആയിട്ട് അവളാണ് ഒരേഷ് ഇന്നലെ പ്രൊപ്പോസ് ചെയ്തൊക്കെ മറന്നോയെന്ന് അറിഞ്ഞിട്ട് അവൾ ആദ്യം തൊട്ടേ എടുത്ത് പറഞ്ഞു കൊടുക്കും ഇവൻ ഇന്നലെ ബോധമില്ലാതെ അവളെ കുറെ ശല്യപ്പെടുത്തിയെന്ന്. അങ്ങനെ ഇവൻ റോഡിൽ വെച്ച് കുറെ ഇവളെ നാണം കെടുത്തിന്ന് അറിഞ്ഞ് അവസാനം ഇവൻ ബോധമില്ലാതെ ഇവളെ പ്രൊപ്പോസും ചെയ്തെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞില്ല സീരിയസ് ആയിട്ട് പറഞ്ഞെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ഇവളാണ് ഷോക്കായിട്ട് ഇവൻ സത്യത്തിൽ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞാണോ അല്ലെ പുതിയ രീതിയിൽ ഇവനെ റാഗിങ് ചെയ്തോണ്ടിരിക്കുകയാണോ എന്നിന് അവൾക്കത് വിശ്വാസം വരത്തില്ല. അതിനുശേഷം ഇവിടെ ബൻഹിയുടെ കൂട്ടുകാരിയാണ് അന്ന് മറ്റവൻ സ്കൂട്ടർ ഇവളെ കൊണ്ടാക്കിയതുകൊണ്ട് അതിന് തിരിച്ച് സഹായമായിട്ട് ഇവനിപ്പോ പുറത്തുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് എങ്ങനത്തെ ടൈപ്പ് പയ്യന്മാരെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് ഇവളാണ് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ ഇഷ്ടമെന്ന് അവനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനും ഇവളുടെ മനസ്സ് എങ്ങനെയൊക്കെ ക്യാച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടുത്തെ ഫുഡൊക്കെ ഇവന്റെ മസിൽ കാണിച്ച് ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അറിയാതെ ആ ഞണ്ടിന്റെ ഒരു പീസാണ് ഇവളുടെ തലമുടി ചെന്ന് കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ അതോടെ അവളെ സെറ്റാക്കാൻ നോക്കിയത് അവസാനം ഫ്ലോപ്പായി പോകും. എന്നിട്ട് അവന് പുറത്തേക്ക് വന്നിട്ട് ഇന്ന് നടന്നതിനൊക്കെ സോറി എന്ന് പറഞ്ഞ് അവനെ ക്ഷണിക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഇവിടെ ബൻഹിയും ജീവനും കൂടെ ക്ലാസ് കഴിഞ്ഞ് ലൈബ്രറിയിൽ പോകാൻ അറിഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ കൂടെ തന്നെ അസൈൻമെന്റ് ഉള്ള മറ്റേ പെങ്കൊച്ചും അവൾക്ക് കുറച്ച് സംശയം ഉണ്ടെന്ന് അറിഞ്ഞ് ജീവനെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ബൻഹിയുടെ കൂടെ പോകാൻ പറ്റാതെ ഇവളെ സഹായിക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരിക്കും. പക്ഷെ അവൾ മനഃപൂർവ്വം അവനെ സെറ്റാക്കാൻ വേണ്ടി നോക്കുന്ന. അതിനുശേഷം ലൈബ്രറിയിലേക്ക് വന്ന ബൻഹിയാണ് അവിടെ ഇരിക്കാൻ സീറ്റില്ലാത്ത കണ്ട് ഇവൾ ഓരോ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആകെ ഹൊഞ്ചയുടെ അടുത്ത് മാത്രമേ ഒരു സീറ്റ് കാലിയായിട്ട് കിടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവൾ ഇരിക്കണോ വേണ്ടെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം അവനാണ് ഇവിടെ ആകെ ഒരു സീറ്റ് ഉള്ളെന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കാൻ വേണ്ടി പറയും. പക്ഷെ അവൻ മനഃപൂർവ്വം ഇവൾക്ക് വേണ്ടി സീറ്റ് ബുക്ക് ചെയ്ത് വെച്ച. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളാണ് ഞാൻ വല്ലതും തെറ്റ് ചെയ്തോ, എന്തിനാ എന്നോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, ഇത് പുതിയ ടൈപ്പ് റാഗിങ് അല്ലാണോ എന്നിന് ഇവള് സംശയിച്ച് ചോദിക്കുമ്പോഴാണ് അവനാണ് അടുത്തേക്ക് വന്നിട്ട് ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന നിനക്ക് മനസ്സിലാകുന്നില്ലേ, നല്ലോണം ഓർത്തു നോക്ക് എന്നതിന് അവനും അവന്റെ ഇഷ്ടം കാരണം ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവൾക്ക് അതൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം അവിടെ പെട്ടെന്ന് ഒരു ചെറിയ പ്രശ്നം കാരണം പവർ കട്ട് ആകുമ്പോഴാണ് ഇവനാണ് പഠിക്കണമെങ്കിൽ അവൻ അറിയുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടേക്ക് ക്ഷണിക്കും. പക്ഷെ അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുന്ന പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് പഠിക്കാൻ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചേക്കെന്ന് പറഞ്ഞ് ജീവനും വിളിച്ചോണ്ട് ഇപ്പൊ അവിടെ ചെല്ലും. അപ്പോഴാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഹൊഞ്ചയെ കണ്ട് ഇവളാണ് ഷോക്കായി നിൽക്കും. അപ്പോഴാണ് അവനും പഠിക്കുന്നില്ല വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് മോൾ എന്തിന് ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമ്പം അവളാണ് ചുമ്മാ വന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചമ്മിപ്പോയിരിക്കും. അപ്പോഴാണ് അവനും നമ്മളൊക്കെ വരുമെന്നറിയാം പക്ഷെ ഇതാരാ മോൻ എന്നിനെ ജീവനും നോക്കി ചോദിക്കും. അപ്പോഴാണ് അവനും എനിക്കും അതേ സംശയമുള്ള ഞാൻ ഇവർ ക്ഷണിച്ചിട്ട് വന്നേ എന്നിനെ ജീവൻ അകത്തേക്ക് കയറി ചെല്ലും. അതേസമയം അവിടേക്ക് ഓടിയെത്തുന്ന ഇവന്റെ കൂട്ടുകാരനാണ് നമുക്ക് ബീഫ് പൊരിച്ച് കഴിക്കാന്ന് പറഞ്ഞ് ഇവരേക്ക് വിളിക്കുമ്പം പഠിക്കാനാണോ വെട്ടി വിഴുങ്ങാനാണോ വന്നതെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ ഷോക്കായിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാം പഠിക്കുന്ന സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി പോകുമ്പം ആ സംഭവം കൺസ്ട്രക്ഷൻ പണി കാരണം അടച്ചിട്ടേക്കും. അതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ഇനിയിപ്പോ നമ്മൾ എവിടെ പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പം അവസാനം ഹൊഞ്ച അവന്റെ കൂട്ടുകാരനും കൂടെ വാടകയ്ക്ക് എടുത്ത് ആ ഓഫീസിലേക്ക് തന്നെ ചെല്ലും. അപ്പോഴാണ് കൂട്ടുകാരനും ഈ തവണ അവളുടെ ഫ്രണ്ട് മാസം അണിക്കണം എന്ന് പറഞ്ഞ് അവനെല്ലാം സ്വയം ഇങ്ങനെ മസിലെ കാണിച്ച് ഫ്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഹൊഞ്ചയും ആവശ്യമില്ലാതെ ഇവളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നേരാക്കി കൊടുത്ത് അവളോട് കുറച്ച് കെയറിങ് കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവള് മൊത്തം ഷൈ ആയിട്ട് ഭയങ്കര ചൂടുന്ന് ഇവളിങ്ങനെ പറയുമ്പോൾ എല്ലാരും കൂടെ അവളെ നോക്കും. അപ്പോഴാണ് അവളും ആ ബീഫ് നല്ലോണം ചൂടായി എന്നിട്ട് അവൾ പെടുന്ന വിഷയം മാറ്റുമ്പോൾ ഇത് മനസ്സിലാക്കി അവനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് ബൻഹിയും ജീവനും നോക്കിയിട്ട് ഒപ്പം നല്ലോണം ഫുഡ് കഴിക്കുന്നു പറയുമ്പോൾ പെട്ടെന്ന് അടുത്തിരുന്ന് ഹൊഞ്ചയാണ് അസൂയപ്പെട്ടിട്ട് അതിന് തോന്നി അവനെ മാത്രം ഒപ്പാന്ന് വിളിക്കത്തുള്ളൂ, നമ്മളൊക്കെ ആരാ എന്ന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവൾ ഇവനെ കണ്ടിട്ട് അവൾക്ക് പേടിയാകുമെന്ന് പറയും. അങ്ങനെ ആദ്യം തൊട്ടേ നമ്മൾ തമ്മിലുള്ള പരിചയം കുറച്ച് ടെറർ ആയതുകൊണ്ട് അവൾക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവൻ അപ്സെറ്റായി സോറി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏതിന് അവനും പറയുമ്പോൾ പെട്ടെന്ന് അവൾ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ ദാഹിക്കുന്നില്ല ഞാൻ പോയി ജ്യൂസ് വാങ്ങിച്ചിട്ട് തരാം എന്നിട്ട് അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ ജീവൻ കൂടെ വരാന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി ഹൊഞ്ചയും എങ്കിൽ പിന്നെ ഞാനും ജീവനും പോകാന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും കടയിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഹൊഞ്ച അവനോട് എടാ എന്തുവാടാ നീ അവളുടെ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണോ, അവൾ എപ്പം നോക്കിയാലും കൂടെ നീ കാണുമല്ലോ എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പം ഇത് കേട്ട് ജീവനാണ് അവർ രണ്ടുപേരും അത്രയ്ക്കും ക്ലോസ് ആണെന്ന് പറയും. ഒരു ദിവസം മറ്റവന്മാരെ പോലെ ഇവനും ചുമ്മാ പുറകെ നടന്ന് അവളെ കളിയാക്കുവാണ്, ഇതോടെ നിർത്തിക്കോളാൻ ജീവൻ പറയുമ്പം ഇത് കേട്ട് ഹൊഞ്ചയും ഞാൻ പറഞ്ഞു നിന്നോട് ചുമ്മാ തമാശക്ക് അവളുടെ പുറകെ നടക്കുന്നതെന്ന്, ഞാൻ സീരിയസ് ആയിട്ട് അവളുടെ പുറകെ നടക്കുന്നത് എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇവിടെ ജീവനും കുറച്ച് അപ്സെറ്റ് ആയിരിക്കും. അതിനുശേഷം ഇവല്ല ഫുഡ് അയച്ചോണ്ടിരിക്കുമ്പോൾ ബൻഹിയാണ് കൂട്ടാന്റെ ഇന്ന് അവൾ സാധനം വെച്ച് ഫ്രൈ ചെയ്യാൻ നോക്കും. പക്ഷെ അവനാണ് ഇത് ഞാനേ ചെയ്യത്തുള്ളെന്ന് അവളുടെ കൂട്ടുകാരുടെ ഫ്രണ്ട് ഷോ കാണിക്കുമ്പം അവളാണ് ഷോക്ക് അടിച്ചിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവിടുത്തെ പുകയെല്ലാം കയറി ഫയർ അലാറം ഓൺ ആകുമ്പം ഇവെല്ലാം പേടിച്ചിട്ട് അത് പെട്ടെന്ന് അണയ്ക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് കൂട്ടുകാരനും അറിയാതെ വെള്ളം എടുത്ത് ആ എണ്ണയ്ക്കകത്തങ്ങ് ഒഴിക്കും. അതോടെ മൊത്തത്തിൽ ഫയറായി ആ സ്ഥലം മൊത്തം അങ്ങ് നശിച്ചു പോകും. ഇതേ സമയം ഇവന്മാരുണ്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് വരുമ്പോഴാണ് അവിടെ അലാറം അടിക്കുന്ന സൗണ്ട് കേട്ട് ഇവന്മാരുണ്ട് ഒരു പേടിച്ച് അകത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് അകത്ത് ബൻഹി മാത്രം സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. കൊഞ്ച എടുത്തേക്ക് ചെന്ന് നീ മാത്രം ഇവിടെ എന്ത് ചെയ്യുന്നു എന്നിന് അവളെ സേഫ്റ്റി ആയിട്ട് പുറത്തേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഇവൾക്കൊല്ലം പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾക്കൊന്നും കുഴപ്പമില്ല നനഞ്ഞുള്ളെന്ന് പറയുമ്പം അവന് ആ ക്യാമറയൊക്കെ എന്തിനെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ആദ്യം ഇവളുടെ സുരക്ഷ നോക്കാൻ വേണ്ടി പറയും. കാരണം ഇവന്റെ സാധനങ്ങളൊക്കെ അവൾ സുരക്ഷയായിട്ട് മാറ്റി വെച്ചോണ്ടിരുന്ന. അതിനുശേഷം ഇവൾ ഓക്കെയാന്ന് അറിഞ്ഞപ്പോഴാ അവന് ആശ്വാസം വരുന്നത്. അതിനുശേഷം പഠിക്കാൻ വന്ന ഇവരൊക്കെ കുളിച്ചിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്മാരാണ് ഞങ്ങൾ റൂം ക്ലീൻ ചെയ്തോളെന്ന് പറഞ്ഞ് ഇവരെ വീട്ടിൽ പോയിക്കോളാൻ പറയും. അതേസമയം കൂട്ടുകാരനും ഇവിടെ മൊത്തം നാണം കെട്ടിരിക്കുക. അതുകൊണ്ട് അവള് പോകുന്നിട്ട് ബൈ ബൈ മൈ ലവ് എന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ജീവനാണ് ഇവരൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. അവൻ ഇവരെ കാറിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവൻ കാർ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് അവന്മാർ ഇവളോട് ഇഷ്ടം കാണിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ ഓർത്ത് അവന്മാർ എത്ര പേടിച്ചെന്ന് പറഞ്ഞ് അതിൽ ആ ഹൊഞ്ചയെ കുറിച്ച് ഇവര് പറഞ്ഞ് അവളെ കളിയാക്കും. അതിനുശേഷം വീട്ടിലേക്കൊന്ന് ഹൊഞ്ചയാണ് ഇവള് വീട്ടിൽ എത്തിയില്ലെന്ന് അറിയാൻ വേണ്ടി അവൻ അവളെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവളാണ് ഫോൺ എടുത്തിട്ട് അവള് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ കുറച്ച് സമയം ആയതേ ഉള്ളെന്ന് പറയും. എന്നിട്ട് ഇവന്റെ സ്റ്റുഡിയോയെ കുറിച്ച് തിരക്കുമ്പോഴാണ് അവനാണ് എല്ലാ സാധനവും ക്ലീൻ ചെയ്ത് വെച്ച് ഇനിയിപ്പോ ഇവൾക്ക് പനി പിടിക്കാൻ നോക്കിക്കോന്ന് പറഞ്ഞ് അവളെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് പറഞ്ഞ് ആലോചിച്ച് നോക്കുന്ന ഒരു സത്യത്തി അവനെന്ന് പ്രൊപ്പോസ് ചെയ്തത് അവന്റെ യഥാർത്ഥ ഫീലിങ്സ് ആണോന്ന്. അതിനുശേഷം അടുത്ത ദിവസം ഹൊഞ്ചയാണ് ഇവൾക്ക് പനിയാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ അതിനുവേണ്ടി കുറെ ഗുളിക വാങ്ങിച്ച് അവളുടെ ക്ലാസ്സിൽ ചെന്ന് വെച്ചേക്കും. അപ്പോഴാണ് അതുകൊണ്ട് അവൾക്ക് മനസ്സിലാവും ഇന്നലെ ഫോണിൽ സംസാരിച്ചപ്പോൾ അവൻ ആ കാര്യം മനസ്സിലായി വാങ്ങിച്ചെന്നായിരിക്കും. അതുകൊണ്ട് അവൾ ഇപ്പൊ സന്തോഷത്തിലാണ്. എന്നിട്ട് ഇവിടെ ഹൊഞ്ചയുടെ കൂട്ടുകാരനും ഇന്നലെ നടന്ന സംഭവത്തിനൊക്കെ വീണ്ടും അവളുടെ കൂട്ടുകാരോട് ചെന്ന് സോറി പറയുമ്പം അവളാണ് ഇവന്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇവളുടെ ഒരു നാടകം ഈ ഇടയ്ക്ക് വരാൻ പോവാന്നറിഞ്ഞ് വേണേ അത് കാണാൻ വേണ്ടി ഇവനെ ക്ഷണിക്കും. അപ്പോഴാണ് അവൻ ആ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അവസാനം എന്റെ 4 ആംസ് എല്ലാം അവളെ വീഴ്ത്താൻ വർക്കായി നിറഞ്ഞ് ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് ഇവനും ചെന്ന് ഹൊഞ്ചയെ മീറ്റ് ചെയ്ത് അവളുടെ ഷോ കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് ഇവരുടെ ഫ്രണ്ട് ഇവന്റെ അമ്മയും ഇവരുടെ സാറിന് ഇപ്പൊ ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് ഹൊഞ്ചയാണ് ദേഷ്യത്തി അവന്റെ അമ്മയെ വിളിച്ചോണ്ടുപോയി ഈ തവണ എന്റെ സാറിനെ ഡേറ്റ് ചെയ്യുന്നു, അയാൾക്കറിയാവോ ഞാൻ നിങ്ങളുടെ മകനാണെന്ന്. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പം അവന്റെ അമ്മയാണ് ഇതുവരെ പറഞ്ഞില്ലെന്ന് പറയും. അങ്ങനെ ഈ തവണ ഇവൻ പറഞ്ഞ പോലെ അങ്ങനെ പ്രായം കുറഞ്ഞ ആൾക്കാർ വന്നാലല്ലോ ഡേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇവർ അയാളെ സെറ്റാക്കിയതിനു ശേഷം ഇവന്റെ സാറാന്ന് മനസ്സിലായെന്ന് പറയും. ഇതെല്ലാം കണ്ട് അവനാണ് വിഷമിച്ചിട്ട് നിങ്ങൾ എന്റെ ഫീലിങ്സിനെ കുറിച്ചൊന്നും മനസ്സിലാക്കത്തില്ല അല്ലേ, അപ്പൊ കോടതി ചെന്ന് നിങ്ങൾ എന്നെ വളർത്താന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫ്യൂച്ചർ നിങ്ങൾ നോക്കിക്കൊള്ളാൻ വേണ്ടിയാണോ? ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ആയ ഉടനെ ഇപ്പൊ എന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇനി മേലെ എന്നെ ശല്യപ്പെടുത്തില്ല, നിങ്ങൾ ആരെ വേണമെങ്കിൽ ഡേറ്റ് ചെയ്ത് സന്തോഷത്തിരുന്നു. ഏതിന് അവനും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് വിഷമിച്ചിട്ട് ഇവനെ നല്ലോണം അല്ലേ വളർത്തിയെന്ന് പറഞ്ഞ് അവരിപ്പോഴല്ലേ അവരുടെ സന്തോഷത്തിന് വേണ്ടി ബോയ് ഫ്രണ്ടൊക്കെ സെറ്റാക്കുന്ന നോക്കുന്ന പറയും. അങ്ങനെ അവരവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവനത് കേൾക്കാൻ താല്പര്യമില്ലാതെ അവൻ അവിടെ നിന്ന് പോകും. അതിനെ അന്ന് വൈകിട്ട് ഹൊഞ്ചയാണ് ബൻഹിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനോട് സ്റ്റാച്ചു പണിയുമ്പോഴൊക്കെ മുടി കെട്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് അതെങ്ങനെ ഇവൻ അറിയാൻ ചോദിക്കും. കാരണം ഇവൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇവിടേക്ക് വരുന്നത്. അപ്പോഴാണ് അവനും നമ്മൾ തമ്മിൽ കണ്ടത് ഇതല്ല ആദ്യം, ഞാൻ ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവൾക്കിപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം അവളും കൈ അഴുക്കായതുകൊണ്ട് ഇവള് പിന്നെ മുടി കെട്ടിക്കോളാന്ന് പറയുമ്പോഴാണ് അവനാണ് റിബൺ എടുത്ത് ഇവൾക്ക് ആ മുടി ടൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതോടെ അവള് മൊത്തം ഷൈ ആയിരിക്കുമ്പം അവസാനം ഇവനും ഇവളുടെ പനിയൊക്കെ മാറാൻ വേണ്ടി ഇപ്പൊ ഇവൻ വാങ്ങിച്ച ഗുളിക എടുത്ത് കൊടുക്കാൻ വരും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാന്ന് അപ്പൊ രാവിലെ ഇവൾക്ക് തന്ന ഗുളിക അത് ഇവൻ വച്ചിട്ട് പോയതല്ലെന്ന്. കാരണം ജീവൻ ഇവൾക്ക് പനിയാന്ന് മനസ്സിലാക്കി അവൻ വച്ചിട്ട് പോയതാ. അതിനുശേഷം ഹൊഞ്ചയും ഇവളുടെ പണി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൾക്ക് ബോറടിക്കുവാണെങ്കിലും അല്ലെ ഇവന് വിളിക്കാൻ തോന്നിയാൽ പോലും എപ്പം വേണമെങ്കിലും വിളിച്ചോന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് അവള് സന്തോഷപ്പെടുന്ന ഇവള് വിചാരിച്ച പോലെ തന്നെ അവന് ഇവളോട് ഇഷ്ടമുണ്ടെന്ന്. ഇതേസമയം ജീവനാണ് അവന്റെ അനിയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയേക്കുക. അതുകൊണ്ട് ബൻഹി ഒറ്റയ്ക്കാന്ന് വിചാരിച്ച് ഇവള് ബോറടിച്ചിരിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചോദിക്കുമ്പോൾ
അവളാണ് ഇപ്പൊ ഹൊഞ്ച വന്നിട്ട് പോയതേ ഉള്ളെന്ന് പറയും. അപ്പോഴാണ് അത് കണ്ട് അവൻ കുറച്ച് അപ്സെറ്റ് ആവുന്നത്. അതിനുശേഷം ഇപ്പൊ ഒരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുക. ഇവളുടെ പേര് യോറിയും. ഇവള് ഹൊഞ്ചയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണ്. അങ്ങനെ അവൾ ഇവരുടെ കോളേജിലേക്ക് വരാൻ പോകുന്ന കാര്യം അറിഞ്ഞ് എല്ലാരും കൂടെ അവളെ കുറിച്ചായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത് കാണുന്ന ഹൊഞ്ചയാണ്. അവൻ പഴയതൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം അവന്റെ കൂട്ടുകാരനാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവന്മാര് പെട്ടെന്ന് ടോപ്പിക്ക് അങ്ങ് മാറ്റും. അങ്ങനെ അതിനുശേഷം ബൻഹിയുടെ ക്ലാസ്സിലാണ് അവരുടെ ടീച്ചർ എല്ലാവരും സ്റ്റാച്ചു ഒക്കെ നോക്കിയിട്ട് ഇവളുടെ കുറച്ച് തെറ്റാന്ന് പറഞ്ഞ് ഇവളുടെ ചിന്തയൊക്കെ ഇപ്പൊ എവിടെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് വിഷമിച്ചിരിക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന ജീവനും അവളെ പുറത്തേക്ക് മറ്റേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പം അവളാണ് ഇപ്പൊ കഴിക്കാനുള്ള മൂഡല്ലെന്ന് പറയും. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് ബൻഹിയും അവളുടെ മാർക്കിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഹൊഞ്ച എപ്പം വേണമെങ്കിലും വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ അവനെ ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അതേസമയം ജീവനാണ് ഇവളെ വിളിച്ചിട്ട് ഒരു സെക്കൻഡ് പുറത്തേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനാണ് ഇവളുടെ മൂഡ് മാറാൻ വേണ്ടി ഒരു ഡ്രൈവിന് പോകാന്ന് പറയും. എന്നിട്ട് അവന് അവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി അവളുടെ വിഷമങ്ങളൊക്കെ മാറ്റാൻ നോക്കുമ്പോഴാണ് ഇവളാണ് ഇതേപോലെ രാത്രി സമയത്ത് ഈ നദിയുടെ അടുത്ത് വരാനാ അവൾക്ക് ആഗ്രഹം പറയും. അതുകൊണ്ട് ഇപ്പൊ വിളിച്ചോണ്ടെന്ന് ഇവന് താങ്ക്സ് പറയുമ്പോഴാണ് അവനാണ് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും ഇന്ന് മറ്റു ടീച്ചർ വഴക്കുറഞ്ഞുകൊണ്ട് ഇവൾക്ക് അടുത്ത പ്രാവശ്യം സ്കോളർഷിപ്പ് കിട്ടുമില്ല എന്ന് പേടിച്ചിട്ട് അവൾ അപ്സെറ്റ് ആയിരിക്കുന്നതെന്ന് പറയും. കാരണം ഇവൾക്ക് ഫീസ് അടയ്ക്കുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് ഇവൾക്ക് സ്കോളർഷിപ്പ് കിട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവുന്ന ഇവൾ പറയുമ്പം അവനാണ് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ സ്റ്റാച്ചു ശരിയാക്കി എടുക്കാൻ വേണ്ടി അവന് ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അതിനുശേഷം ഇവൻ അവളുടെ മൂഡൊക്കെ മാറ്റിയിട്ട് അവളെ സന്തോഷിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടാക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് ഇത് കണ്ടിട്ട് ഹാൻഡ്സമായ പയ്യനാരടി നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ ഇവളാണ് ബോയ് ഫ്രണ്ട് ഒന്നല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഇവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നത് ഒരു വലിയ മണ്ടത്തര. ഇവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആകാൻ എനിക്ക് സമ്മതമാണ് മോളെ എന്ന് അച്ഛൻ പറയുമ്പം ഇവളാണ് ഇവനെ ബോയ് ഫ്രണ്ട് ആയിട്ടല്ല കാണുന്നതെന്ന് പറഞ്ഞ് അവള് നൈസിനകത്തേക്കും കയറി ചെല്ലും. എന്നിട്ട് റൂമിൽ വന്നിട്ട് ഇവളാണ് ഹൊഞ്ചയെ കുറിച്ചായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്ക് അവനോടാണ് ഇഷ്ടമുള്ളത്. എന്നിട്ട് അടുത്ത ദിവസം ഇവരുടെ ഒരു കോളേജ് വെച്ച് കണ്ടുമുട്ടുമ്പോഴാണ് അവൻ ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ സംസാരിച്ചിട്ട് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട് ജീവൻ വരുന്നത്. അതോടെ ഹൊഞ്ചയും അന്തരീക്ഷം ഇപ്പൊ മോശമായി പോയെന്ന് പറഞ്ഞ് അവനോട് അസൂയപ്പെട്ടിരിക്കുമ്പോൾ ജീവനാണ് അവനെ വെറുപ്പിക്കാൻ വേണ്ടി ഇന്നലെ റൈഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ് ഇപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കും. ഇതോടെ അവളാണ് എല്ലാം ഓക്കെ ആയിരുന്നെന്ന് അവനോട് സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജീവനും ഇവളുടെ പനി കുറഞ്ഞു വന്ന് അവളുടെ ഫീവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് ഹൊഞ്ച അതിന് മുമ്പ് കൈയെടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല അവളുടെ പനിയൊക്കെ മാറി, നീ ഞാൻ തന്ന ഗുളിക കഴിച്ചായിരുന്നല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ അതൊക്കെ കഴിച്ചെന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹൊഞ്ചയുടെ എക്സ് ഗേൾ ഫ്രണ്ട് യൂറിമാണ് പെട്ടെന്ന് അവിടേക്ക് വരുന്നത്. അങ്ങനെ അവളെ കണ്ട് എല്ലാരും കൂടെ ഈ സെലിബ്രിറ്റി അതിന് മുമ്പ് നമ്മുടെ കോളേജിൽ വന്നോന്ന് പറഞ്ഞ് അവരൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കും. ഇതേ സമയം മറ്റവള് നേരെ ഹൊഞ്ചയുടെ അടുത്തേക്ക് വന്നിട്ട് ഇവന് സുഖമല്ലേ ചോദിക്കുമ്പോൾ ഇത് കാണുന്ന ബൻഹിയാണ്. അപ്പൊ ഇവർ തമ്മിൽ മുമ്പേ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഷോക്കായിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.